السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين حمدا كثيرا طيبا مباركا فيه والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وأصحابه أجمعين. പ്രിയമുള്ള സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല 5 നേരത്തെ നമസ്കാരത്തിലൂടെ ധാരാളം പ്രാർത്ഥനകൾ നമ്മളെ കൊണ്ട് ദിവസവും പ്രാർത്ഥിപ്പിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ നമസ്കാരത്തിൻ്റെ ഉള്ളിലാണ് ദുആകൾ നിറഞ്ഞിരിക്കുന്നത്. നമസ്കാരത്തിന് ശേഷം പല രീതിയിലുള്ള ദിക്റുകൾ, അള്ളാഹുവിനെ സ്മരിക്കുന്ന ദിക്റുകളാണ് നമ്മൾ ചൊല്ലാറുള്ളത്. നമസ്കാരത്തിൽ ഫാത്തിഹ മുതൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ കൊണ്ട് നിരന്തരം പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടുകയാണ്. ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം എന്ന് പറയുന്ന ഏറ്റവും ശ്രദ്ധേയമായൊരു പ്രാർത്ഥനയാണ്. ഞങ്ങൾക്ക് നീ സന്മാർഗം കാണിക്കണേ, നേരായ മാർഗത്തിൽ ഞങ്ങളെ നയിക്കണമേ എന്നുള്ളത്. അതിനുശേഷം റുക്കൂഇലും സുജൂദിലും അത്തഹിയാത്തിലും ഒക്കെ ആയിക്കൊണ്ട്, തശഹുദിലും ഒക്കെ ആയിക്കൊണ്ട് ധാരാളം പ്രാർത്ഥനകൾ വരുന്നുണ്ട്. സുജൂദിലാണ് പ്രാർത്ഥിക്കാൻ ഏറ്റവും പറ്റിയ സമയം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ ഈ സുജൂദിലെ പ്രാർത്ഥനയെക്കാളും ഒരുപാട് കാര്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു പ്രാർത്ഥന നമസ്കാരത്തിൽ പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്നുണ്ട്. നമസ്കാരത്തിലും അല്ലാത്ത സന്ദർഭങ്ങളിലും നമ്മളുടെ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും, നമുക്കാവശ്യമായ ഇഹപര ജീവിതത്തിലെ സൗഖ്യത്തിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു പ്രാർത്ഥനയാണിത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചില ആളുകൾ വന്ന്, സഹാബത്തിൽ ചില ആളുകൾ ചോദിച്ച ഒരു സന്ദർഭം, അതായത് പ്രവാചകരെ, അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുമ്പോൾ എന്തൊക്കെയാണ് പ്രാർത്ഥിക്കേണ്ടത് എന്ന് ചോദിച്ചപ്പോഴും ഈ ദുആ പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തതായി ഹദീസുകൾ നമുക്ക് കാണുവാൻ സാധിക്കും. അതുപോലെ തന്നെ മറ്റൊരു ഹദീസ് നമുക്ക് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച്, കാന യഖൂലു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ബൈന സജദത്തൈൻ, 2 സുജൂദുകൾക്കിടയിലായിക്കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട്, അത് പല രൂപത്തിൽ ഹദീസുകളിൽ വന്നിട്ടുണ്ട്. പല രൂപത്തിലും ക്രമം തെറ്റിച്ചുകൊണ്ടും പല ക്രമത്തിലായിക്കൊണ്ടുമൊക്കെ വന്നിട്ടുണ്ട്. നമ്മളൊക്കെ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ് റബ്ബി ഗഫിർലി എന്ന് തുടങ്ങുന്ന പ്രാർത്ഥന. ചില സ്ഥലങ്ങളിൽ അല്ലാഹുമ്മ ഗഫിർലി എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇതിലെന്തൊക്കെയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്? 3 കാര്യങ്ങൾ തികച്ചും പരലോക വിജയത്തിന് വേണ്ടിയാണെങ്കിൽ, അടുത്ത 3 കാര്യങ്ങൾ, അല്ലെങ്കിൽ ചില ഹദീസുകളിൽ വന്നതനുസരിച്ചുകൊണ്ട് 4 കാര്യങ്ങൾ ഈ ലോക ജീവിതത്തിലെ സൗഖ്യത്തിന് വേണ്ടിയാണ്. അപ്പം എല്ലാം അതിലടങ്ങിയിട്ടുണ്ട്. നമ്മളത് അർത്ഥം മനസ്സിലാക്കൽ നിർബന്ധമാണ്. റബ്ബി ഗഫിർലി, റബ്ബേ നീ എനിക്ക് പുറത്തു തരയണമേ. പാപം പൊറുക്കാതെ നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കുകയില്ല. വർഹംനി, അള്ളാഹു നീ എനിക്ക് കരുണ ചെയ്യണമേ. റഹീമായ റഹ്മാനായ റബ്ബേ നീ എനിക്ക് കരുണ ചെയ്യണമേ. വഹ്ദിനി, എന്നെ നീ സന്മാർഗത്തിലാക്കണമേ. അള്ളാഹു നമുക്ക് ഹിദായത്ത് നൽകിയിട്ടുണ്ട് എങ്കിൽ അത് തരാൻ മറ്റൊരാൾക്കും കഴിയുകയില്ല. അത് നഷ്ടപ്പെട്ടു പോയാൽ റബ്ബിനല്ലാതെ നമ്മളെ ഹിദായത്തിലാക്കാൻ സാധിക്കുകയുമില്ല. ഈ 3 കാര്യങ്ങൾ. അതിനുശേഷം പറയുന്ന വജ്ബുർനി, എൻ്റെ പോരായ്മ നികത്തേണമേ. നമുക്കൊരു അസുഖം വന്നാൽ അത് എവിടെ കൊണ്ടുപോയി ചികിത്സിക്കണം എന്ന് നമ്മൾ നോക്കി നടക്കും. ഏതൊരു രാജ്യത്തേക്ക് പോകേണ്ടി വന്നാലും ആ പോരായ്മ നികത്തുന്നതിന് വേണ്ടി നമ്മൾ പരിശ്രമിക്കും. അത് അസുഖമായിരുന്നാലും നമ്മളുടെ ശരീരത്തിനും മനസ്സിനുമൊക്കെ ഉണ്ടാകുന്ന പല രീതിയിലുള്ള പോരായ്മകളായിരുന്നാലും അത് പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുമെന്നത് സത്യമാണ്. അത് അള്ളാഹുവിനോട് ചോദിക്കുക ഓടി വേണം. പിന്നെ പറഞ്ഞത് വറുസുഖ്നി, എനിക്ക് നീ ഉപജീവനം നൽകണമേ, ജീവിതമാർഗം നൽകണമേ, ഭക്ഷണം നൽകണമേ. ഭക്ഷണം മാത്രമല്ല റിസ്ഖ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഭൗതിക ജീവിതത്തിന് ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നമ്മൾ ചോദിക്കുകയാണ്. വആഫിനി, ഇതൊക്കെ ഉണ്ടായിരുന്നാലും നമുക്ക് ഏറ്റവും പ്രധാനമായി നമുക്ക് വേണ്ടത് സൗഖ്യമാണ്, ആരോഗ്യമാണ്, ആരോഗ്യമുള്ള അവസ്ഥയാണ്. നമ്മുടെ കുടുംബത്തിനോടൊപ്പം ആരോഗ്യത്തോടു കൂടി കഴിയാൻ സാധിക്കുക എന്നത് ഏറ്റവും വലിയ ഒരു അനുഗ്രഹമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു വചനത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പോൾ ആരോഗ്യം, അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ചോദിക്കണം. ആരോഗ്യത്തിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ നമ്മൾ പല ചികിത്സകളും നടത്താറുണ്ട്. പക്ഷെ ആരോഗ്യം നിലനിർത്തി തരാൻ റബ്ബിനോട് നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട് ദിവസവും. പക്ഷെ അത് ആത്മാർത്ഥതയോടുകൂടി അർത്ഥമറിഞ്ഞുകൊണ്ടാണോ എന്ന് നമ്മൾ ആലോചിക്കണം.
വേറെ ഹദീസ് നമുക്ക് മറ്റൊരു കാര്യം കൂടി കാണാം. വർഫഅനി, എന്നെ നീ ഉയർത്തേണമേ, എൻ്റെ പ്രയാസങ്ങളിൽ നിന്ന് എന്നെ നീ ഉയർത്തിക്കൊണ്ടുവരേണമേ. അല്ലെങ്കിൽ സാമ്പത്തികമായിക്കൊണ്ടുള്ള കാര്യങ്ങളിലായിരുന്നാലും ഈ ലോകത്ത് മറ്റൊരാളുടെ മുമ്പിൽ കൈനീട്ടേണ്ട അവസ്ഥ വരാത്ത രീതിയിൽ എന്നെ നീ ഉയർത്തേണമേ, താഴ്ത്തല്ലേ എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ പ്രാർത്ഥന. ഈ ശ്രദ്ധേയമായ പ്രാർത്ഥന സഹോദരങ്ങളെ അർത്ഥമറിഞ്ഞുകൊണ്ട് ചൊല്ലാൻ നമുക്ക് സാധിക്കണം. അറിയില്ലെങ്കിൽ അറിയുന്ന ആളുകളോട് ചോദിച്ചു മനസ്സിലാക്കി ഇത് നമ്മളുടെ നമസ്കാരത്തിലും അല്ലാത്ത സമയങ്ങളിലുമൊക്കെ നമുക്ക് പ്രാർത്ഥിക്കാം. ഇത് മാത്രം മതി നമ്മളുടെ ജീവിതത്തിൽ. ഈ ഒരു ഒറ്റ പ്രാർത്ഥനയിൽ എല്ലാ കാര്യങ്ങളും അടങ്ങിയിട്ടുണ്ട്. ഒരുപാട് വിശദീകരിക്കാനുണ്ട് ഓരോ വിഷയങ്ങളും. അതുകൊണ്ട് നമ്മൾ ആ പ്രാർത്ഥന അർത്ഥം അറിഞ്ഞുകൊണ്ട് നമസ്കാരത്തിൽ ചൊല്ലുക, അല്ലാത്ത സമയത്ത് ഉപയോഗപ്പെടുത്തുക. റബ്ബി ഗഫിർലി എന്നും അല്ലാഹുമ്മ ഗഫിർലി എന്നും പല രൂപത്തിലും ഇത് വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇത് നല്ല രീതിയിൽ പഠിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ കേൾക്കുകയും പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്ത കാര്യങ്ങൾ കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൽ പുലർത്തുന്ന വിശ്വാസികളിൽ അല്ലാഹു നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.